ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂ SRT സീരീസിലെ പുതിയൊരു അധ്യായത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ന്യൂ SRTയുടെ ക്ലാസ്സസ് ആണ് മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്ര വിഭാഗത്തിൽപ്പെടുന്ന അധ്യായങ്ങൾ കുറച്ച് നമ്മൾ പഠിച്ച് ഏകദേശമാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്കണോമിക്സിലെ കുറച്ച് പോർഷൻസും ചെറിയ കുറച്ച് സിലബസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലത്തെ പോർഷൻസും ആണ് ബാക്കിയായിട്ടുള്ളത് സോഷ്യൽ സയൻസിൽ. അതിനുശേഷം നമ്മളിപ്പോൾ അടിസ്ഥാന ശാസ്ത്രത്തിലേക്ക് കടന്നു. അടിസ്ഥാന ശാസ്ത്രത്തിൽ നമ്മൾ 5th-ലെയും 6th-ലെയും അധ്യായങ്ങൾ മുഴുവനും പഠിച്ചു തീർത്തു. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 7-ലെ ഭാഗം 2 ഇന്നലത്തേതോടുകൂടി ഭാഗം 1-ലെ അധ്യായങ്ങളും നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് ഭാഗം 2-ൽ വരുന്ന 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ഭാഗം 2-ൽ വരുന്ന ആദ്യത്തെ അധ്യായം എന്ന് പറയുമ്പോൾ 6th ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. താപം നിത്യജീവിതത്തിൽ എന്ന ഈ ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അധ്യായം 6, താപം നിത്യജീവിതത്തിൽ. ഇവിടെ ഈ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ നല്ലൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്കൊരു ടാസ്ക് ആദ്യം തരുന്നുണ്ട്, ഏതെല്ലാം ഊർജ്ജ രൂപങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചിത്രം നമുക്ക് പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ ഇതാ പ്രകാശോർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതുപോലെ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് താപോർജ്ജം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാം. ഇവിടെ ഈ കാറ്റാടിപ്പാടങ്ങൾ കണ്ടില്ലേ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നത് കാണാം. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നമ്മൾ നിത്യജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. നമ്മൾ പാചകം ചെയ്യുന്നതിനായിട്ട് താപോർജ്ജം ഉപയോഗിക്കുന്നു. തുണികൾ ഇസ്തിരി ഇടുന്നതിനായിട്ട് താപോർജ്ജം ഉപയോഗിക്കുന്നു. തുണികൾ ഉണങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഹീറ്ററുകൾ, ഡ്രയറുകൾ പോലെയുള്ളവയൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ഇനി താപോർജ്ജത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഇവിടെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, പദാർത്ഥങ്ങൾ ചൂടാക്കുന്ന സമയത്ത് അവ താപോർജ്ജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട്, ഇപ്പോൾ ജലത്തിൻ്റെ ഒരു ഖരരൂപമാണല്ലോ ഐസ് എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഒരു ഖരരൂപമാണ് ഐസ് എന്ന് പറയുന്നത്. ഈ ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ അത് ചൂട് ആഗിരണം ചെയ്തുകൊണ്ട് ഉരുകുകയാണ് ചെയ്യുന്നത്. ഇനി ജലം തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജലം തിളപ്പിക്കുമ്പോൾ നീരാവിയായിട്ട് ജലം മാറും. ജലം നീരാവിയായിട്ട് മാറും. ജലത്തിൻ്റെ വാതക രൂപമാണ് നീരാവി എന്ന് പറയുന്നത്. ജലത്തിൻ്റെ വാതക രൂപമാണ് നീരാവി. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? പദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു. ഇതിനെ ഒന്നുകൂടി സാധൂകരിക്കുന്ന വിധത്തിൽ നമുക്കിവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് 2 ഗ്ലാസ് ടംബ്ലറുകൾ, സാധാരണ താപനിലയുള്ള ജലവും ചൂടുവെള്ളവും ഐസ് ക്യൂബുകളുമാണ് വേണ്ടത്. ഇപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ സാധാരണ താപനിലയുള്ള ജലവും മറ്റൊരു ഗ്ലാസ്സിൽ ചൂടുള്ള ജലവും എടുക്കുക. ശേഷം 2ലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക. അതിനുശേഷം ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബുകളാണ് വേഗത്തിൽ ഉരുകുന്നത് എന്ന് നോക്കുക. അതിന് കാരണം എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്? ചൂടുവെള്ളത്തിലെ ഐസ് ക്യൂബുകൾ വേഗത്തിൽ ഉരുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഐസ് ഉരുകുന്നതിന് ചൂട് ആവശ്യമാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ നിന്ന് ചൂട് കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് ചൂടുവെള്ളത്തിൽ ഐസ് പെട്ടെന്ന് ഉരുകും. ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിച്ചത് ചൂടുവെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ ഐസ് ഉരുകുന്നതിനായിട്ട് ചൂട് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതാണ്, പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ്ജ രൂപമാണ് താപം എന്ന് പറയുന്നത്. താപത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ അറിയണം. ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് കുറച്ചും കൂടി ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം.
അപ്പോൾ ഇവിടെ ഐസിൻ്റെ അവസ്ഥാമാറ്റത്തിന് കാരണം എന്താണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ താപത്തിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഐസിൻ്റെ അവസ്ഥാമാറ്റം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ? അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ ഇവിടെ താപത്തിൻ്റെ കൈമാറ്റം സംഭവിക്കും എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു സാമ്പിൾ, ഒരു ഉദാഹരണം പോലെ പറയാണ്. ഗ്യാസ് സ്റ്റവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഗ്യാസിലെ സ്റ്റൗവിൽ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജ്ജം എങ്ങനെയാണ് അരിയിലേക്ക് എത്തുന്നത്? അത് ഇവിടെ ഈ സ്റ്റൗവിൻ്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെ വെള്ളത്തിലേക്കും വെള്ളത്തിലൂടെ കൈമാറി അരിയിലേക്കും എത്തുന്നത് കൊണ്ടാണ് ഈ പാത്രത്തിനകത്തെ അരി വേവുന്നത്, അല്ലേ? അപ്പോൾ ഈ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതി നമുക്ക് എങ്ങനെ ഈ ഫ്ലോ ചാർട്ടിലൂടെ പൂർത്തിയാക്കാൻ പറ്റും നോക്കിക്കേ. സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് താപം എവിടേക്ക്? പാത്രത്തിലേക്ക്. പാത്രത്തിൽ നിന്ന് താപം എവിടേക്ക് എത്തും? പാത്രത്തിലെ വെള്ളത്തിലേക്ക്. വെള്ളത്തിൽ നിന്ന് താപം അരിയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു അരി വേവുന്നു. സ്റ്റൗവിലെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിലെത്തുന്നത് കൊണ്ടാണ് അരി വേവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു നിഗമനത്തിലെത്താം. എന്താണ്? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നു. അതിനെ നമ്മൾ എന്തു പറയുന്നു? താപപ്രേഷണം എന്ന് പറയുന്നു. താപപ്രേഷണം, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നു. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാത്രത്തിന് എന്താണ് സംഭവിക്കുന്നത്? പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പാത്രത്തിനുള്ളിലെ ഈ ഒരു പദാർത്ഥത്തിൽ നിന്നും ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടും. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ഉദാഹരണം ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പാത്രത്തിനകത്തുള്ള പദാർത്ഥങ്ങളിൽ നിന്നും ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം അനുഭവപ്പെടും. അവ തണുക്കും, അല്ലേ? അവ തണുത്തുപോകും. അപ്പോൾ ഇവിടെ ആ ഒരു പാത്രത്തിന് താപനഷ്ടം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയിലെല്ലാം തന്നെ താപപ്രേഷണം ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കുമോ? അതായിരിക്കില്ല, അവിടെ വ്യത്യാസം ഉണ്ടാവും. അത് തിരിച്ചറിയാൻ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം പറയേണ്ട ഒരു പരീക്ഷണം. എന്താണ്? 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു അലുമിനിയം കമ്പി എടുക്കുക. മൊട്ടുസൂചികൾ ആവശ്യമായിട്ടുണ്ട്. തീപ്പെട്ടി, മെഴുകുതിരി എന്നിവ കൂടി കരുതണം. ശേഷം ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അലുമിനിയം കമ്പിയിൽ മെഴുകുതിരി ഉപയോഗിച്ച് തുല്യ അകലത്തിൽ മൊട്ടുസൂചികൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഇതിൻ്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് പറയണം. ഇവിടെ ഈ മൊട്ടുസൂചികൾ ഓരോന്നായി താഴേക്ക് പതിക്കും. ആദ്യം ഈ ഒരു തീനാളത്തിനടുത്തുള്ള മൊട്ടുസൂചി ആയിരിക്കും ആദ്യം പതിക്കുന്നത്. തുടർന്നാണ് അതിനുശേഷമുള്ള ഓരോ മൊട്ടുസൂചികളും താഴേക്ക് പതിക്കുന്നത്. അതായത് എല്ലാ മൊട്ടുസൂചികളും ഒരുമിച്ചല്ല പതിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? തീജ്വാലയിൽ നിന്ന് അലുമിനിയം കമ്പിയിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇപ്രകാരം ആ മൊട്ടുസൂചികൾ വീഴുന്നത്. എന്നാൽ ഇവിടെ ഒരേ സമയം എല്ലാ മൊട്ടുസൂചികളും വീണിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അതിനെ നമ്മൾ ചാലനം എന്നൊരാശയത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്താണത്? ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമ്മൾ ചാലനം എന്ന് പറയുന്നു. ചാലനം. അപ്പോൾ ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമ്മൾ എന്തു പറയുന്നു? ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമ്മൾ എന്തു പറയുന്നു? ചാലനം എന്ന് പറയുന്നു. അപ്പോൾ ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് താപോർജ്ജത്തിൻ്റെ കൈമാറ്റത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ താപം കടത്തിവിടുന്ന വസ്തുക്കൾ, ഇപ്പോൾ എല്ലാ വസ്തുക്കളും ഒരുപോലെ താപം കടത്തിവിടുമോ? വൈദ്യുതി കടത്തിവിടുന്ന കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ ഇതുപോലെ പറഞ്ഞതാണ്. എല്ലാം ഒരുപോലെ കടത്തിവിടില്ല. ചിലതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ താപം നന്നായിട്ട് കടത്തിവിടുന്നവയും താപം നന്നായി കടത്തിവിടാത്തവയുമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. താപം നന്നായി കടത്തിവിടുന്നവ അലുമിനിയം താപം നന്നായി കടത്തിവിടും. ചെമ്പ്, അതുപോലെ ഇരുമ്പ്, ഇവയെല്ലാം തന്നെ താപം നന്നായി കടത്തിവിടുന്നവയാണ്. എന്നാൽ മരക്കഷ്ണം, ഗ്ലാസ് റോഡ് എന്നിവയൊക്കെ താപം കടത്തിവിടാത്തവയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഖരവസ്തുക്കളിൽ ചിലത്
താപം നന്നായി കടത്തി വിടുന്നവയുമുണ്ട്, താപം നന്നായി കടത്തി വിടാത്തവയുമുണ്ട്. ഇവയെ നമുക്ക് പറയാവുന്ന പേരുകളാണ് സുചാലകങ്ങളെന്നും കുചാലകങ്ങളെന്നും. അതായത് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പോർ കണ്ടക്ടേഴ്സ്. അതായത് ചാലനം വഴി, ചാലനം എന്ന പ്രക്രിയ വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുചാലകങ്ങൾ എന്ന് പറയുന്നത്. സുചാലകങ്ങൾ. അതുപോലെ താപം നന്നായി കടത്തി വിടാത്തവയെ നമ്മൾ കുചാലകങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് വാക്കുകളും പരിചിതമായി എന്ന് വിശ്വസിക്കുന്നു, സുചാലകങ്ങളും കുചാലകങ്ങളും. ഇവ രണ്ടും തന്നെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള സുചാലകങ്ങളും കുചാലകങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ എന്താണ് ഇവയ്ക്കുള്ള ഉദാഹരണങ്ങൾ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുചാലകങ്ങൾക്ക് ഉദാഹരണം നമുക്ക് പറയാം ചെമ്പ്, വെള്ളി, അലുമിനിയം, സ്വർണം, സ്റ്റീല് പോലെയുള്ളവയൊക്കെ സുചാലകങ്ങളാണ്. എന്നാൽ കുചാലകങ്ങളോ പേപ്പർ, പ്ലാസ്റ്റിക്, മരം, റബ്ബർ ഇവയെല്ലാം കുചാലകങ്ങൾക്കും ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങൾ പോലെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇവിടെ കുചാലകങ്ങളായിരിക്കും ഉപയോഗിക്കുക. കാരണം എന്താ? ചൂടുള്ള പാത്രമല്ലേ, ആ ചൂട് നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി, പേപ്പർ പോലെയുള്ള കാര്യങ്ങളല്ലേ ഉപയോഗിക്കുക. അവ കുചാലകങ്ങളാണ്. അപ്പോൾ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ കുചാലകങ്ങൾ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കേസ്, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ പിടി നിർമ്മിക്കാനായിട്ട് എന്തുപയോഗിക്കും? ഇവിടെയും കുചാലകങ്ങളല്ലേ. ഇവിടെ കണ്ടോ, പാചകം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ചൂടാകും. അപ്പോൾ ഈ ഒരു ഭാഗവും ചൂടായ നമുക്ക് അവയെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക്, റബ്ബർ, തടി പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കുചാലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൈപ്പിടി നിർമ്മിക്കുന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തേത്, പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ. ഇവിടെ പാചകത്തിനുള്ള പാത്രത്തിൽ നമ്മൾ ഈ താപം പ്രേഷണം ചെയ്യപ്പെടണമല്ലോ, എങ്കിലല്ലേ ആ ഒരു പാചകം പൂർണ്ണമാകുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നവ ഉപയോഗിക്കണം, അതായത് സുചാലകങ്ങൾ ഉപയോഗിക്കണം. ഇവിടെ സുചാലകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അലുമിനിയം, ഇരുമ്പ്, ചെമ്പ്, സ്റ്റീല് പോലെയുള്ളവയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. ഒരേ പാത്രത്തിൽ സുചാലകങ്ങളും കുചാലകങ്ങളും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാമല്ലോ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാവുന്നതാണ്, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്, നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ സുചാലകങ്ങളും ഇവിടെ കുചാലകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവിടെ ഇത് വെച്ച് നമുക്ക് പറയുമ്പോൾ പ്രഷർ കുക്കർ, ഫ്രൈയിങ് പാൻ ഒക്കെ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കുചാലകങ്ങളായിട്ട് താപം പ്രേക്ഷണം തടയുന്നതിന് ഇവയുടെ കൈപ്പിടി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തടി പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് പിടി നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, ഭക്ഷണം പാകം ചെയ്യാൻ എളുപ്പമാണ്. ഇതുപോലെയാണ് കടായി, സോസ് പാൻ, ചീനച്ചട്ടി, ഗ്രിൽ പാൻ പോലെയുള്ളവയൊക്കെ ഇത്തരത്തിൽ സുചാലകങ്ങളും കുചാലകങ്ങളും ചേർത്ത് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളവയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഖരപദാർത്ഥത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, താപപ്രേഷണം ഖരപദാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യുന്ന ഒരു രീതിയെ നമ്മൾ എന്ത് പേരാ പറഞ്ഞത്? ചാലനം വഴിയാണ്. അപ്പോൾ ഈ താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയായിരിക്കും? ഖരപദാർത്ഥങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഏത് രീതിയിലാണ് താപപ്രേഷണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ സുതാര്യമായിട്ടുള്ള അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ജാറ് വേണം. ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഒരു ഗ്ലാസ് ടംബ്ലർ നമുക്ക് ആവശ്യമാണ്. മേസൺ പൈപ്പ് നമുക്ക് ആവശ്യമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചൂടുവെള്ളവും തണുത്ത വെള്ളവും, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഇത് ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ നമ്മൾ ഈ പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഓരോ ദ്വാരത്തിലും 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം എടുക്കുക. അതിലൊരൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികളും കൂടി ചേർക്കുക. പ്ലാസ്റ്റിക് ജാറിൽ തണുത്ത വെള്ളം എടുത്ത ശേഷം മേസൺ പൈപ്പ് ഉറപ്പിച്ച അടപ്പ് കൊണ്ട് അടയ്ക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസ്സിന് മുകളിൽ ഈ പൈപ്പ് ജാർ കമിഴ്ത്തി വെക്കുക. ഇവിടെ ഈ കാണുന്നത് പോലെ, മൂന്നാമത്തെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കമിഴ്ത്തി വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഈ മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇത് ചൂട് പിടിച്ച് വീണ്ടും മുകളിലേക്ക് ഉയരുന്നതും ഇങ്ങനെ താപം ദ്രാവകത്തിന്റെ എല്ലായിടത്തും വ്യാപിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷണത്തിൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ്. തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദ്രാവകങ്ങളിലെല്ലാം തന്നെ താപപ്രേഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ് എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന നിഗമനം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വാതകങ്ങളിലെ താപപ്രേഷണത്തിലേക്ക് കടക്കണം. അതിനായിട്ട് നമ്മളൊരു പരീക്ഷണം തന്നെയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് 5 സെൻറ്റിമീറ്റർ വണ്ണവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു PVC പൈപ്പ് ആവശ്യമാണ്. അതുപോലെ ചന്ദനത്തിരി, തീപ്പെട്ടി, മെഴുകുതിരി എന്നിവയും നമുക്ക് വേണം. ഈ ഒരു PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു പെൻസിൽ വണ്ണമുള്ള ദ്വാരം ഉണ്ടാക്കുക. അതിനുശേഷം മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെക്കുക. PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ ഒരു പൈപ്പ് ക്രമീകരിച്ച് വെക്കുക. ശേഷം പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിന്റെ അടിഭാഗത്ത് വരുന്നത് പോലെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കുക. ഈ കത്തിച്ച ചന്ദനത്തിരി പൈപ്പിന്റെ ദ്വാരത്തിന് സമീപത്തായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഈ പുകയുടെ പ്രവാഹത്തിന്റെ ദിശ നമുക്കൊന്ന് നിരീക്ഷിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ PVC പൈപ്പിനകത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് ദ്വാരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ അകത്ത് കടന്ന വായുവും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നിഗമനത്തിലെത്താനായിട്ട് സാധിക്കും? ദ്രാവകങ്ങളിൽ നടന്നതുപോലെ തന്നെ തന്മാത്രകളുടെ ഒരു സ്ഥാനമാറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം വ്യാപിക്കുന്നതും കാണാനായി സാധിക്കും. അപ്പോൾ ഇവിടെ ദ്രാവകങ്ങളിലാവട്ടെ വാതകങ്ങളിലാവട്ടെ തന്മാത്രകളുടെ ചലനം മൂലമാണ് ഇവിടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു പ്രക്രിയ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയെ നമ്മൾ എന്തു പറയുന്നു? സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നു. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയെ നമ്മൾ സംവഹനം എന്ന് പറയുന്നു. ഇതും സ്റ്റേറ്റ്മെൻ്റ് ആണ്, പഠിച്ചു വെക്കുക. നമുക്കിവിടെ ഈ ഒരു സംവഹനം എന്ന വാക്ക് റീപ്ലേസ് ചെയ്ത് ചാലനം എന്ന് തന്നു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല. ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഓർമ്മ പോരാ, കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ, ചാലനത്തിലും സംവഹനത്തിലും താപപ്രേഷണം നടക്കുന്ന സമയത്ത് ഈ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? ഇവിടെ തന്മാത്രകൾ ഒരു മാധ്യമമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ തന്മാത്രകൾ ഒരു മാധ്യമമായി നിലകൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടാറുണ്ടോ? അപ്പോൾ അതിനൊരു സാഹചര്യമാണ് നമുക്കിവിടെ താഴെ തന്നിട്ടുള്ളത്. നമ്മുടെ ഭൂമിക്ക് എങ്ങനെയാണ് താപം ലഭിക്കുന്നത്? മുഖ്യമായിട്ടും സൂര്യനിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഈ സൂര്യൻ്റെ ചൂട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതുപോലെ സൂര്യനും ഭൂമിക്കുമിടയിൽ ശൂന്യസ്ഥലമുണ്ടെന്ന് നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 15 കോടിയോളം കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ചാലനമോ അല്ലെങ്കിൽ സംവഹനമോ ഒക്കെ നടക്കുമോ? ഇല്ല. ചാലനം മൂലമോ സംവഹനം മൂലമോ ചൂട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല. അതുകൊണ്ട് ഇവിടെ ചാലനം മുഖേനയോ സംവഹനം മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. എങ്കിലും സൂര്യനിൽ നിന്ന് നമുക്ക് ചൂടെത്തുന്നില്ലേ? താപം ഭൂമിയിലേക്ക് എത്തുന്നില്ലേ? ആ ഒരു രീതി ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? വികിരണമാണത്. വികിരണം അഥവാ റേഡിയേഷൻ. എന്താണ് വികിരണം?
മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഈ വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സൂര്യനും ഭൂമിക്കുമിടയിൽ മാധ്യമമില്ല. സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ കൂടുതൽ വെളുത്തതോ മിനുസമുള്ളതോ ആയിട്ടുള്ള പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കും. അപ്പോൾ ഈ ഒരു വികിരണം എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. നമ്മളിത് പറയാറില്ലേ, വെള്ള അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ അധികം ചൂടെടുക്കില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വികിരണം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന കുറച്ച് സന്ദർഭങ്ങൾ ഒന്ന് ആലോചിച്ചേ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ വികിരണം വഴി താപം പ്രേഷണം ചെയ്യുന്ന ഒരു സന്ദർഭം നൽകിയിട്ടുണ്ട്. എന്താണ്? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വികിരണം വഴിയാണ് എത്തുന്നത്. അതുപോലെ ഒരു ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ ഒരു അടുപ്പിന് സമീപം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടില്ലേ? അതും വികിരണം വഴിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സന്ദർഭം നമുക്ക് പറയാം, ചൂടുള്ള പാത്രത്തിൽ നിന്ന് ചുറ്റുപാടേക്കും ചൂട് അനുഭവപ്പെടില്ലേ? ചുറ്റുപാടേക്കും ചൂട് വ്യാപിക്കപ്പെടും. അതും ഇതുപോലെ വികിരണം വഴിയുള്ള ഒരു താപപ്രേഷണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാകുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയാണ്? വീടുകളിൽ പാകം ചെയ്ത ആഹാര പദാർത്ഥങ്ങളുടെ ചൂട് അധിക നേരം നിലനിർത്താനായിട്ട് നമ്മൾ കാസറോള്, തെർമോ ഫ്ലാസ്ക്, റൈസ് കുക്കർ, ചൂടാറാപ്പെട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ താപനഷ്ടം കുറയുന്നതിനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ എന്താണ് ചൂടാറാപ്പെട്ടി എന്ന് പറയുന്നത്? ചൂടാറാപ്പെട്ടി നമ്മുടെ വീടുകളിൽ അടുക്കളകളിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറാപ്പെട്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഭക്ഷണ പദാർത്ഥം ഇറക്കി വെക്കുകയാണ് എങ്കിൽ അവിടെ ആ ഒരു താപനഷ്ടത്തിൻ്റെ നിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം വരെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ചൂടാറപ്പെട്ടി ഉപയോഗിക്കുന്നത്? ഏകദേശം വെന്ത അരി, ഒരു നിശ്ചിത അളവിൽ വെന്ത അരി വെള്ളത്തോടു കൂടി ഇതിൽ ഇറക്കി വെക്കുകയാണ് എങ്കിൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് നമുക്ക് പകുതിയോളം കുറയ്ക്കാൻ സാധിക്കും. കാരണം എന്താ? അതിനകത്ത് താപം നഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ഒരു ചൂടാറപ്പെട്ടിക്ക് അകത്തിരുന്നത് വെന്തോളും. ഓക്കെ, അപ്പോൾ ചൂടാറപ്പെട്ടിയിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ്? ഇന്ധന ചെലവ് നമുക്ക് പകുതിയോളം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചൂടാറപ്പെട്ടി ഇത്തരത്തിൽ താപം പുറത്തു വിടാതിരിക്കുന്നത്? നിങ്ങൾ ഈ ചൂടാറപ്പെട്ടി നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്ത് പദാർത്ഥം കൊണ്ടാണ് ഈ ചൂടാറപ്പെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഒരു തെർമോകോൾ ബോക്സ് പോലെയാണ്. തെർമോകോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചൂടാറപ്പെട്ടിയിൽ. അപ്പോൾ ഈ തെർമോകോൾ എന്ന് പറയുന്നത് ഒരു കുജാലകമാണ്. അപ്പോൾ ഈ കുജാലകമായതുകൊണ്ട് തന്നെ ഇവിടെ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. അതുകൊണ്ടാണ് ചൂടാറാപ്പെട്ടിയിൽ അടച്ചു വെക്കുന്നത് കൊണ്ട് സംവഹനം വഴി താപനഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ചൂടാറാപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ചൂടാറപ്പെട്ടിയിൽ തെർമോകോളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു കുജാലകമാണ്. കുജാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. ചൂടാറപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴിയുള്ള താപനഷ്ടം കുറയുന്നു. ഇനി അത്തരത്തിലുള്ള മറ്റൊരു ബോക്സാണ് ഐസ് പെട്ടി എന്ന് പറയുന്നത്. എന്താണ്? മത്സ്യം പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഐസ് പെട്ടി ഉപയോഗിക്കുന്നത്. അതായത് ഐസ് വളരെ വേഗം ഉരുകാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഐസ് പെട്ടി. അപ്പോൾ ഇവിടെ ആ ഒരു ഐസ് പെട്ടി നിർമ്മിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തയിലേക്ക് കടക്കുകയാണ്. ഖരവസ്തുക്കളുടെ താപീയ വികാസം. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരീക്ഷണങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പരീക്ഷണങ്ങളും ചോദിച്ച് കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളിപ്പോൾ SCRT പഠിച്ചു,
എന്ന് വെച്ച് കുറേ പോർഷൻസ് മിസ് ചെയ്തു എന്നൊരു സാഹചര്യം ഉണ്ടാവേണ്ട, നമ്മളെല്ലാം പഠിക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ നിന്നൊരു റിസൾട്ട് കണ്ട് ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പരീക്ഷണം നമ്മൾ എന്തായാലും പഠിക്കണ്ടേ. അങ്ങനെയുള്ളവ മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. നമ്മൾ അടുത്തതിലേക്കാണ് പോകുന്നത്. ഇവിടെ ഖരവസ്തുക്കളുടെ താപീയ വികാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആദ്യമേ ചോദിച്ചിട്ടുള്ളത് താപം ലഭിക്കുന്ന സമയത്ത് ഖരവസ്തുക്കൾ വികസിക്കുമോ എന്നാണ്. അപ്പം അതിനായിട്ടും ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഈ പരീക്ഷണത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഖരവസ്തുക്കൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുമോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ് ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയേഴ്സ്, 2 അലുമിനിയം തകിടുകൾ, മെഴുകുതിരി, തീപ്പെട്ടി എന്നിവയൊക്കെ ആവശ്യമാണ്. അതിനുശേഷം ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം തകിടുകൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യുത സർക്യൂട്ട് ഒരു ബോർഡിൽ ക്രമീകരിച്ചെടുക്കുക. അതിനുശേഷം വയറിൻ്റെ ഇരുവശങ്ങളിലും അലുമിനിയം തകിടുകൾ പരസ്പരം തൊടാതെ വളരെ അടുത്തായി വെക്കേണ്ടതാണ്. അതിനുശേഷം അലുമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് ഇപ്രകാരം ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ ചൂടാക്കി നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നിരീക്ഷണം, എന്താണ് ആ ഒരു നിരീക്ഷണം കാണാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഈ ബൾബ് തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ബൾബ് തെളിയും ഇവിടെ ചൂട് കടക്കുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താനായിട്ട് സാധിക്കും? അപ്പോൾ ഇവിടെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്താൻ കഴിയുന്നത്? ഇവിടെ എന്തായാലും പരസ്പരം തൊടാത്ത വിധത്തിലാണ് അലുമിനിയം തകിടുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ താപം കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ബൾബ് തെളിയുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. താപം ലഭിക്കുന്ന സമയത്ത് അലുമിനിയം തകിടുകൾ വികസിക്കുന്നു. അപ്പോൾ വികസിക്കുന്ന സമയത്ത് സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായ ബൾബ് പ്രകാശിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താപം ലഭിക്കുന്ന സമയത്ത് അലുമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട് പൂർത്തിയാവുകയും അതിൻ്റെ ഫലമായിട്ട് ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ താപം നഷ്ടപ്പെടുന്ന സമയത്ത് തകിടുകൾ സങ്കോചിക്കുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ആ സമയത്ത് ഈ ബൾബ് അണയുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ അലുമിനിയം തകിടുകൾ ചൂടാക്കുന്ന സമയത്ത് അലുമിനിയം തകിടുകൾ വികസിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൂട് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ താപം നഷ്ടപ്പെടുന്ന സമയത്ത് തകിടുകൾ സങ്കോചിക്കുന്നു, സർക്യൂട്ട് അപ്പോൾ വിച്ഛേദിക്കപ്പെടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, അതുപോലെ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ക്ലിയർ ആണല്ലോ? പഠിച്ചു വെച്ചോണം, തെറ്റിക്കരുത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുണ്ട്, തണുക്കുമ്പോൾ ഇവ സങ്കോചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഖരവസ്തുക്കളുടെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എന്താണ്? ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ വളരെ ചൂടുള്ള ഒരു ദിവസം, ഈ ഒരു ദിവസത്തിൽ ലോഹവാതിലുകളോ ജനൽ ഫ്രെയിമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവ വികസിക്കുന്നതും അവ തുറക്കാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതും ഈ പറഞ്ഞ താപീയ വികാസത്തിൻ്റെ, ഖരവസ്തുക്കളുടെ താപീയ വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്ന കമ്പികൾ, ഇവ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നത് താപീയ വികാസം കാരണമാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി താഴെ നമുക്ക് കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സന്ദർഭം ഇതാണ്. മുറുകി ഉറച്ചു പോയിട്ടുള്ള ഒരു പെൻ ക്യാപ്പ് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. മുറുകി ഉറച്ചു പോയിട്ടുള്ള ഒരു പെൻ ക്യാപ്പ് നമ്മൾ ചൂടാക്കിയാൽ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ കാരണം? ചൂടാക്കുന്ന സമയത്ത് പെൻ ക്യാപ്പ് വികസിക്കുകയും ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അത് അയഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ അയഞ്ഞു പോകുമ്പോൾ നമുക്ക് വേഗത്തിൽ അത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഫസ്റ്റ് സന്ദർഭം നിങ്ങൾക്ക് ക്ലിയർ ആയി. രണ്ടാമത്തേത് ഇതാണ്. മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കിയിട്ട് തുറക്കുന്നു. അപ്പോൾ മുറുകിയ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു അടപ്പ് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അതിനും ഇതേ കാരണം തന്നെയാണ്. ഇപ്പോൾ മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുന്ന സമയത്ത് അത് വികസിക്കും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ആ ഒരു ചെറിയ അയവ് നമുക്ക് ഫീൽ ചെയ്യും. ആ അയവ് വരുന്ന സമയത്ത് ഇത് വേഗത്തിൽ തുറക്കാനായിട്ട് പറ്റും.
ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സന്ദർഭങ്ങളും അതിൻ്റെ കാരണങ്ങളും ഇവിടെ ഈ പറഞ്ഞ ആ ഒരു ആശയത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ അവ സങ്കോചിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ദ്രാവകങ്ങളിലേക്ക് പോകുന്നു. ഈ താപം ഖരവസ്തുക്കളിൽ ലഭിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. ഇത് ദ്രാവകങ്ങളിലേക്ക് എത്തുമ്പോൾ വികസിക്കുമോ? ദ്രാവകങ്ങൾ വികസിക്കുമോ? അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം കൂടെ തന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഇഞ്ചക്ഷൻ കുപ്പിക്ക് ചേരുന്ന റബ്ബർ കോർക്ക്, മഷി തീർന്ന റീഫിൽ കുഴൽ, പാത്രം, ചൂടുവെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സാധാരണ താപനിലയിലുള്ള ജലം എന്നിവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ കുപ്പിയിൽ ജലം നിറച്ച് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. അതിനുശേഷം റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരം ഉണ്ടാക്കുക, അതിൽ റീഫിൽ കുഴൽ ഉറപ്പിച്ച് വെക്കുക. ഇഞ്ചക്ഷൻ കുപ്പി കോർക്ക് കൊണ്ട് നേരെ അടച്ചു വെക്കുക. ഈ റീഫിലെ ജലവിധാനം നൂല് കെട്ടി അടയാളപ്പെടുത്തുക. അതിനുശേഷം പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വെക്കുക. ഈ റീഫിലിന് അപ്പോൾ ചെറിയൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്താണ് നിരീക്ഷണം നമുക്ക് കിട്ടുന്നത്? ഈ കുപ്പിയിലെ ജലം ഈ റീഫിലേക്ക് തള്ളിക്കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നത്? ഈ കുപ്പിയിലെ ജലം ഇവിടെ വികസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് റീഫിലേക്ക് തള്ളിക്കയറുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ ജലവിധാനം ഉയർന്നിട്ടുള്ളത്. ജലവിധാനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആ ഒരു നിരപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ തണുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ജലം സങ്കോചിക്കുന്നു. ആ സമയത്ത് ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നിഗമനം. കുപ്പിയിലെ ജലം വികസിക്കുന്നു, അത് റീഫിലിൽ അപ്പോൾ തള്ളിക്കയറും. അതിനുശേഷം ഈ ജലം തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ജലനിരപ്പ് എന്ത് സംഭവിക്കും? പൂർവ്വസ്ഥിതിയിലാകും. അപ്പോൾ ഈ ദ്രാവകങ്ങളിലെ താപീയ വികാസം എങ്ങനെയാണ്? ഇവിടെയും അതേപോലെ തന്നെയാണ്. ദ്രാവകങ്ങൾ ചൂടാകുമ്പോൾ വികസിക്കുന്നു, തണുക്കുന്ന സമയത്ത് സങ്കോചിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് വാതകങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഖരവസ്തുക്കളിലും ദ്രാവകത്തിലും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വാതകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയുന്നതിനായിട്ട് നമ്മളൊരു പരീക്ഷണത്തിലേക്ക് പോകുന്നു. അതിനായിട്ട് അലുമിനിയം വിളക്ക്, പ്ലാസ്റ്റിക് ട്യൂബ്, ഒരു ബോർഡ്, നിറമുള്ള കുറച്ച് ജലം, ചൂടുള്ള കുറച്ച് ജലം, തണുത്ത ജലം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഈ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണം ചെയ്യാണ്. അലുമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ്, ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അലുമിനിയം വിളക്കിൽ അലുമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ട്യൂബിൻ്റെ മറ്റേ ഭാഗം ഇങ്ങനെ യു ആകൃതിയിൽ ഒരു ബോർഡിൽ ഉറപ്പിച്ച് നിർത്തുക. പ്ലാസ്റ്റിക് ട്യൂബിൽ 2-3 തുള്ളി നിറമുള്ള ജലം ഉപയോഗിച്ച് വെക്കുക. ഈ കാണുന്നത് പോലെ 2-3 തുള്ളി നിറമുള്ള ജലം ഒഴിക്കുക. ഇനി അലുമിനിയം വിളക്ക് ചൂടുള്ള ജലത്തിൽ ഇറക്കി വെച്ച് നിരീക്ഷിക്കുക. എന്താണ് നമുക്ക് കാണുന്നത്? അതുപോലെ തണുത്ത ജലത്തിൽ ഇറക്കി വെച്ച് നിരീക്ഷിക്കുക. നമുക്ക് എന്ത് നിരീക്ഷണമാണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അലുമിനിയം വിളക്ക് ഈ ചൂടുള്ള ജലത്തിൽ ഇറക്കി വെക്കുമ്പോൾ ട്യൂബിലെ നിറമുള്ള ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം നമ്മൾ തണുത്ത വെള്ളത്തിലാണ് ഈ അലുമിനിയം വിളക്ക് ഇറക്കി വെക്കുന്നത് എങ്കിൽ ഈ നിറമുള്ള ജലത്തുള്ളി ട്യൂബിലൂടെ പിന്നിലേക്ക് നീങ്ങി പൂർവ്വസ്ഥാനത്തേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ പറ്റും? അലുമിനിയം വിളക്ക് ചൂടാക്കുന്ന സമയത്ത് അതിനുള്ളിലെ ചൂടായിട്ടുള്ള വായു അവിടെ വികസിക്കുന്നുണ്ട്. അങ്ങനെ വികസിച്ച് ട്യൂബിനുള്ളിലെ നിറമുള്ള ആ ഒരു ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ വികസനം സംഭവിക്കുന്നതുകൊണ്ടാണ്. അതേസമയം അലുമിനിയം വിളക്ക് തണുക്കുമ്പോൾ വായു സങ്കോചിക്കുന്നു. അപ്പോഴാണ് ഈ നിറമുള്ള ജലത്തുള്ളി ട്യൂബിലൂടെ പിന്നോട്ട് നീങ്ങി പൂർവ്വസ്ഥിതിയിലെത്തുന്നത്. ഇവിടെ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം, അല്ലെങ്കിൽ എന്ത് ആശയമാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്? വാതകങ്ങളിലെ താപീയ വികാസത്തെക്കുറിച്ചാണ്. എങ്ങനെ? ചൂടാകുന്ന സമയത്ത് വാതകങ്ങളും വികസിക്കുന്നുണ്ട്, തണുക്കുന്ന സമയത്ത് ഇവ സങ്കോചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? നമ്മൾ ദ്രാവകത്തിലെയും വാതകത്തിലെയും ഖരത്തിലെയും താപീയ വികാസത്തെയാണ് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനി താപനില, ഇവിടെ യൂണിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് താപത്തിൻ്റെ അളവ് സൂചിപ്പിക്കാനായിട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആ യൂണിറ്റ്? താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില.
ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റും ഉപയോഗിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ താപനില അറിയുന്നതിനായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ സന്ദർഭം വരാറില്ലേ? അതായത് ഇപ്പോൾ നമുക്ക് പനി വരികയാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പനി എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട് എന്നുള്ളത് കണക്കാക്കുക, അല്ലെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് എന്ന് കണക്കാക്കുക. അപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മുടെ ശരീര താപനില അളക്കുന്നതിനായിട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന ഈ ഒരു ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സാധാരണ നിലയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ സാധാരണ മനുഷ്യ താപനില. ഇതിൽ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് പനി എന്ന ഒരവസ്ഥ ഉള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ സാധാരണ താപനില എന്ന് പറയുന്നത്, സാധാരണ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസും അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ഇനി അന്തരീക്ഷ താപനില. ഇപ്പോൾ പകലാണോ അല്ലെങ്കിൽ രാത്രിയാണോ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നത്? അപ്പോൾ ഇവിടെ നമുക്കൊരു ഉദാഹരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നതിനായിട്ട് ഒരു പരീക്ഷണം തന്നെയാണ് തന്നിട്ടുള്ളത്. അതായത് മണ്ണും ജലവും വെയിലത്ത് വെക്കുകയാണെങ്കിൽ, ഒരേ സമയം വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഏതാണ് ആദ്യം ചൂടാവുക, ഏറ്റവും വേഗത്തിൽ ഏതാണ് ചൂടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പരീക്ഷണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടും. എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ? 2 ഗ്ലാസ് ടംബ്ലറുകൾ വേണം, 2 ലബോറട്ടറി തെർമോമീറ്ററുകൾ വേണം, ജലം വേണം, മണൽ വേണം. അതിനുശേഷം ഇത് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ ഈ ഒരു ഗ്ലാസ്സുകളിലായിട്ട് മണലും ജലവും എടുത്ത് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ താപനില ഇവിടെ പരിശോധിക്കുക. അങ്ങനെ 2 ഗ്ലാസും വെയിലത്ത് വെച്ച ശേഷം ഒരു 20 മിനിറ്റ് ഇടവിട്ട് മണലിൻ്റെയും ജലത്തിൻ്റെയും താപനില പട്ടികപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഏറ്റവും വേഗം നമുക്ക് താപം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ആദ്യം ചൂടായത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചൂടാക്കിയ ശേഷം കുറച്ച് കഴിഞ്ഞ് ഈ 2 ഗ്ലാസ്സുകളും എടുത്ത് തണലത്തേക്ക് മാറ്റുന്ന സമയത്ത് 20 മിനിറ്റ് ഇടവിട്ട് ഈ പറഞ്ഞതുപോലെ താപം രേഖപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജലം സാവധാനം, അതുപോലെ മണൽ വേഗത്തിലും ആണ് ചൂടാകുന്നത്. ജലം സാവധാനം ചൂടാവുന്നു, മണൽ വേഗത്തിൽ ചൂടാവുന്നു. അതേപോലെ തന്നെയാണ് ഈ ചൂടായ മണൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചില്ലേ, ജലം മെല്ലെയാണ് തണുക്കുന്നത്, മണൽ വേഗം തണുക്കുകയും ചെയ്യും. ചൂടായിട്ടുള്ള മണൽ വേഗം തണുക്കും, ചൂടായിട്ടുള്ള ജലം സാവധാനത്തിലായിരിക്കും തണുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് നിഗമനത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും? മണൽ ജലത്തിനേക്കാൾ വേഗത്തിൽ ചൂടാകുകയും തണുക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മണൽ ജലത്തിനേക്കാൾ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരാശയമാണ് കരക്കാറ്റും കടൽക്കാറ്റും. നമ്മൾ നേരത്തെ SCERTയുടെ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കരക്കാറ്റും കടൽക്കാറ്റും നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സംവിധാനം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, മണൽ ജലത്തിനേക്കാൾ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകുന്നു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ചൂടായ മണൽ വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനം തണുക്കുകയും ചെയ്യും. ഇതേ ഒരു ആശയം തന്നെയാണ് ഈ കടൽക്കാറ്റും കരക്കാറ്റും ഉപയോഗിക്കുന്നത്. അതായത് കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുന്നുണ്ട്, ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുന്നു, അതുപോലെ വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. ഇവിടെ കരയുടെ തൊട്ട് മുകളിലെ വായു ചൂട് പിടിക്കുകയും ഈ വായു വികസിച്ച് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഇതുപോലെ മുകളിലേക്ക് പോകും. ആ സമയത്ത് കരയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ കടലിന് മുകളിലുള്ള വായു തണുത്തതായിരിക്കും. ഇവിടെ കരയിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? കടലിന് മുകളിലുള്ള തണുത്ത വായു ഈ ഒരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെടും. ഈ ഒരു ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ വരും. അതിനുശേഷം ഈ വായു ഇതേ സ്ഥാനത്ത് വരികയും അങ്ങനെ കടൽ കാറ്റുണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് രാത്രിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മളിത് നേരത്തെ പഠിച്ചതും കൂടെയാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മളതൊന്ന് ഉറപ്പിക്കുകയാണ്. എന്താണ് കരക്കാറ്റ്?
അതായത് കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു നമ്മൾ പഠിച്ചല്ലോ. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അപ്പോഴെന്താണ്, കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലായിരിക്കില്ലേ? അതിനാൽ കടലിന് മുകളിലെ വായു കൂടുതൽ വികസിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കരയുടെ മുകളിലുള്ള വായു തണുത്തതായതുകൊണ്ട് ഇത് കടലിലേക്ക് പ്രവഹിക്കും. ഇത് കരക്കാറ്റിന് കാരണമാവുകയും ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ കടലിൻ്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഈ കടൽക്കാറ്റും കരക്കാറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത് എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളും നമുക്ക് നിത്യജീവിതത്തിൽ അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞതെല്ലാം ഒന്നുകൂടി ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് ഭാഗത്തു നിന്ന് ചോദ്യം വന്നാലും ഇത്തരത്തിൽ ആലോചിച്ച് ഉത്തരം കണ്ടെത്താനായിട്ടും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ച് വെക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.